നമ്മളിന്ന് നോക്കാനായി പോകുന്നത് 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വാട്ട് ഈസ് ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഈ പാഠത്തിലൂടെ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന വാക്ക് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണല്ലേ. ഗവൺമെൻറ് എന്താണെന്നും ഗവൺമെൻറ് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് എപ്രകാരമാണെന്നും ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്നും രാജവാഴ്ചയും ജനാധിപത്യവും പോലുള്ള വ്യത്യസ്ത സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന കാര്യങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒരു രാജ്യം നന്നായി മുന്നോട്ട് പോകാൻ ആ രാജ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഗവൺമെൻറ്. ചില ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം ആവശ്യമാണല്ലേ. അതുപോലെ റോഡുകളും സ്കൂളുകളും എവിടെ നിർമ്മിക്കണം, അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലക്കയറ്റം എങ്ങനെ കുറയ്ക്കാം, വൈദ്യുതി വിതരണം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ എങ്ങനെ പരിഹരിക്കാം എന്നിങ്ങനെ നിരവധി സാമൂഹിക പ്രശ്നങ്ങളും സർക്കാർ നടപടിയെടുക്കുന്നു. ഉദാഹരണത്തിന് ദരിദ്രരെ സഹായിക്കുന്നതിന് നിരവധി പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിനുള്ള ഉത്തരവാദിത്തമാണ് ആ രാജ്യത്തിൻ്റെ അതിരുകൾ സംരക്ഷിക്കുക, മറ്റ് രാജ്യങ്ങളുമായി സമാധാനപരമായ ബന്ധം നിലനിർത്തുക എന്നീ ജോലികളും സർക്കാരിനുണ്ട്. അതുപോലെ ഇന്ത്യയിലെ പൗരന്മാർക്ക് നല്ല ആരോഗ്യ സമ്പന്നരാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനുണ്ട്. അതുമാത്രമല്ല, സുനാമി അല്ലെങ്കിൽ ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനമായും ദുരിതബാധിതർക്ക് സഹായം നൽകുന്നത് സർക്കാരാണല്ലേ. അതുപോലെ ഒരു തർക്കം ഉണ്ടാകുമ്പോഴോ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലോ വിധി കൽപ്പിക്കുന്ന കോടതികളും ഈ സർക്കാരിൻ്റെ ഭാഗമാണ്. ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്കൽ ഡിസിഷൻ എടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഗവൺമെൻറ്റാണ്. നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ലെവൽ ഓഫ് ഗവൺമെൻറ്. ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളെ ഒരു ചെറിയ പ്രദേശത്ത് നിന്നുകൊണ്ട് ഒരു സെൻട്രലൈസ് ആയിട്ട് ഭരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പല ലെവൽസായിട്ട് ഗവൺമെൻറ് ഉള്ളത്. പ്രധാനമായും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവൽസിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഒന്നാമതായി ലോക്കൽ ലെവൽ, രണ്ടാമതായി സ്റ്റേറ്റ് ലെവൽ, മൂന്നാമതായി നാഷണൽ ലെവൽ. ലോക്കൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക തലത്തിൽ വില്ലേജ് ഓർ ടൗണുകളിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ്. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് രാജ് എന്നിവയാണ് പ്രാദേശിക തലം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വില്ലേജിൽ കർഷകരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിത്തുകൾ നൽകുകയാണ്. ആ ഡിസിഷൻ എടുക്കുന്നത് ആ വില്ലേജിലെ പഞ്ചായത്താണ്, അതായത് ലോക്കൽ ഗവൺമെൻറ്. രണ്ടാമതായി സ്റ്റേറ്റ് ലെവൽ. ഓരോ സംസ്ഥാനത്തെ എടുത്ത് നോക്കിയാൽ ഓരോ സ്റ്റേറ്റും പല പല ഡിസ്ട്രിക്റ്റുകളായി അല്ലെങ്കിൽ ജില്ലകളായി തിരിച്ചിരിക്കുകയാണ്. ഈ ജില്ലകൾക്കും അതിൻ്റേതായ ഭരണകൂടവും സർക്കാരുമുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത് ഈ സംസ്ഥാന സർക്കാരാണ്. മൂന്നാമതായിട്ട് നാഷണൽ ലെവൽ അഥവാ സെൻട്രൽ ലെവൽ. നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഈ 28 സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഭരണമാണുള്ളത്. കേന്ദ്രഭരണ പ്രദേശം സംസ്ഥാനങ്ങൾ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത് കാരണം അവിടെ നാഷണൽ ലെവൽ ഗവൺമെൻറ്റാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിന് നോക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനകത്ത് തന്നെ കുറച്ച് ഡിസിഷനൊക്കെ എടുക്കാനുള്ള പവർ ലോക്കൽ ഗവൺമെൻറ്റിനുണ്ട്. ഇതാണ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്. നെക്സ്റ്റ് ലോസ് ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നിയമങ്ങൾ നിർമ്മിക്കാൻ മാത്രമല്ല അത് നടപ്പിലാക്കാനും ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും ഇവ പാലിക്കേണ്ടതുണ്ട്. സർക്കാരുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമാണ് നിയമങ്ങൾ. തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മോട്ടോർ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിലുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജയിൽ ശിക്ഷ ലഭിക്കാം, അല്ലെങ്കിൽ വലിയ തുക പിഴ ഈടാക്കാം. ഇങ്ങനെയുള്ള നിയമങ്ങളും തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരം സർക്കാരിനാണ്. സർക്കാരുകൾ ചെയ്യാവുന്ന ഏതൊരു നടപടികൾക്കും പുറമെ ഒരു പ്രത്യേക നിയമം പാലിക്കുന്നില്ല എന്ന് ആളുകൾക്ക് തോന്നിയാൽ അവർക്ക് സ്വീകരിക്കാവുന്ന നടപടികളുമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയുടെ മതം അല്ലെങ്കിൽ ജാതി കാരണം അവരെ ജോലിക്കായിട്ട് നിയമിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിച്ച് നിയമം പാലിക്കുന്നില്ല എന്ന് അവകാശപ്പെടാം. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ മതം അല്ലെങ്കിൽ ജാതി കാരണം അവരെ ജോലിക്കായി നിയമിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിച്ച് നിയമം പാലിക്കുന്നില്ല എന്ന് അവകാശപ്പെടാം.
എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതിക്ക് ഉത്തരവുകൾ നൽകാനും കഴിയും. ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഒരു നിയമം നടപ്പിലാക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പൗരനും കോടതിയെ സമീപിക്കാവുന്നതാണ്. അല്ല എങ്കിൽ നമ്മുടേതായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മൗലിക അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇനി ഇവിടെ രണ്ട് തരം ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഡെമോക്രസി ഗവൺമെന്റും രണ്ടാമത്തത് മൊണാർക്കി ഗവൺമെന്റും. ഡെമോക്രസി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യ എന്ന രാജ്യവും ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ജനാധിപത്യ ഭരണം. ഇന്ത്യയിലെ ഓരോ പൗരന്മാരും സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുപ്പുകളിലൂടെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ ഗവൺമെൻറ് രൂപീകരിക്കുകയും സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളുടെ തീരുമാനങ്ങളെടുത്ത് ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വ്യവസ്ഥിതിയാണ് ഡെമോക്രസി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡെമോക്രസി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭരണമാണ്. നേരെ മറിച്ച് മൊണാർക്കി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജഭരണമാണ് അല്ലേ. അവിടെ രാജാവോ രാജ്ഞിയോ ആയിരിക്കും ഭരിക്കുന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ രാജാവിന് അധികാരമുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് രാജാവിനൊരു മന്ത്രിസഭയുണ്ട്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം രാജാവിൽ തന്നെ നിലനിൽക്കുന്നു. ഇനി ഇവിടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. പണ്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യമായിരുന്നില്ല. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ കീഴിൽ കൊളോണിയൽ ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒത്തിരി പേരുടെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായി മാറുന്നു എന്നതാണ് ഡെമോക്രസിയുടെ ബേസിക് ഐഡിയ. ഇന്ത്യയിലെ ഡെമോക്രസിയെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവിടെ ആരും ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുന്നില്ല. നമ്മൾ വോട്ട് ചെയ്ത ആളാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡെമോക്രസിയെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഡെമോക്രസിക്ക് വേണ്ട ഒന്നാണ് യൂണിവേഴ്സൽ അഡക്റ്റീവ് ഫ്രാഞ്ചൈസ്. എന്താണ് യൂണിവേഴ്സൽ അഡക്റ്റീവ് ഫ്രാഞ്ചൈസ്? മുതിർന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നതിനെയാണ് യൂണിവേഴ്സൽ അഡക്റ്റീവ് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സ്ത്രീകൾക്കും ഭൂമിയില്ലാത്തവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. 1931 യങ് ഇന്ത്യ എന്ന് ഗാന്ധിജിയുടെ മാഗസീനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്ത് സ്ത്രീ പുരുഷൻ സമ്പന്നർ ദരിദ്രർ എന്നുള്ള വേർതിരിവിൽ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നത് ശരിയല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. യൂറോപ്പിലും അമേരിക്കയിലും സ്ത്രീകൾക്കും ദരിദ്രർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്കും ദരിദ്രർക്കും സർക്കാരിൻ്റെ പങ്കാളിത്തത്തിനായി പോരാടേണ്ടി വന്നു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് വോട്ട് ചെയ്യാനുള്ള സ്ത്രീകളുടെ സമരം ശക്തമായി. വോട്ട് ചെയ്യാനുള്ള സമരമായതിനാൽ ഈ പ്രസ്ഥാനത്തെ വനിതാ വോട്ടവകാശ പ്രസ്ഥാനം, വുമൻസ് സഫറേജ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. യുദ്ധസമയത്ത് നിരവധി പുരുഷന്മാർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ കാരണത്താൽ പുരുഷന്മാർ ചെയ്തിരുന്ന ജോലികൾ ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ നിർബന്ധിതരായി. ഈ സമയത്താണ് സ്ത്രീകളെല്ലാവരും ഓർഗനൈസ് ആവാനായിട്ട് തുടങ്ങിയത്. അന്ന് മുതൽ അവർ ചിന്തിച്ചു, പുരുഷന്മാരെക്കാളും ഒട്ടും പിന്നിലല്ല നമ്മൾ, പിന്നെ എന്തുകൊണ്ട് വോട്ടവകാശം നമുക്ക് ലഭിക്കുന്നില്ല? അങ്ങനെ അവർ സംഘടിച്ച് അവിടെ വോട്ടവകാശത്തിന് വേണ്ടി സമരം ചെയ്യാനായിട്ട് തുടങ്ങി. നിരവധി പേരെ ജയിലിലടച്ചു. അതിനെതിരെ അവർ നിരാഹാര സമരം തന്നെ നടത്തി. അവർക്ക് ബലപ്രയോഗത്തിലൂടെ ഭക്ഷണം നൽകേണ്ടതായിട്ട് വന്നു. എന്നാൽ 1920 അമേരിക്കൻ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1928 പുരുഷന്മാരുടെ അതേ നിബന്ധനകളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ബ്രിട്ടനിലെ സ്ത്രീകൾക്കും ലഭിച്ചു. അവിടെയെല്ലാം സഫറിംഗ് മൂവ്മെൻറ്റ് നടത്തിയാണ് സ്ത്രീകൾ വോട്ട് ചെയ്യാനുള്ള അവകാശം ചോദിച്ചു വാങ്ങിയത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേപോലെ വോട്ടവകാശം വേണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഉറച്ചു നിന്നു. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക.